നമസ്തേ. നാട്യശാസ്ത്രത്തിലെ ഭാഷയെ വിശദീകരിക്കുന്ന ഭാഗത്തിൽ, അതായത് 5 അധ്യായങ്ങളായിട്ടാണ് ഭാഷയെ വിശദീകരിക്കുന്നത്. അതിലെ ലക്ഷണാലങ്കാരാദി വിവേകം എന്ന അധ്യായത്തിൻ്റെ ബാക്കി ഭാഗമാണ് നാം ഇന്ന് കാണുന്നത്. അതായത് കഴിഞ്ഞ ഭാഗം കാണാത്തവർക്കായി ഞാനിതിൽ ലിങ്ക് കൊടുത്തിരിക്കാം. കാണേണ്ടവർക്ക് കാണാം. അത് കണ്ടിട്ട് വരികയാണെങ്കിൽ കണ്ടിന്യൂവേഷൻ കിട്ടും. അത് നന്നായിരിക്കും. ഈ അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് കാവ്യങ്ങളുടെ ലക്ഷണങ്ങൾ, കാവ്യലക്ഷണങ്ങൾ, 36 വിധം കാവ്യലക്ഷണങ്ങൾ, കാവ്യ അലങ്കാരങ്ങൾ, കാവ്യത്തിന് ഭംഗി കൂട്ടുവാനായി, അലങ്കരിക്കുവാനായി ഉള്ള അലങ്കാരങ്ങൾ. അത് അലങ്കാരങ്ങൾ അർത്ഥാലങ്കാരവും ശബ്ദാലങ്കാരവുമുണ്ട്. അത് വിശദീകരിക്കുന്നുണ്ട്. കാവ്യദോഷങ്ങളെക്കുറിച്ചും, കാവ്യത്തിൽ ഒരു കാരണവശാലും വരാൻ പാടില്ലാത്ത ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. കാവ്യഗുണങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൽ നാം കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞത് കാവ്യ അലങ്കാരങ്ങളാണെന്ന് തുടക്കമിട്ട് വെച്ചത്. കാവ്യ അലങ്കാരങ്ങളായ ഉപമ, രൂപകം, ദീപകം ഇവ കഴിഞ്ഞ ഭാഗത്തിൽ വിശദീകരിച്ചു. ഇതെല്ലാം തന്നെ അർത്ഥാലങ്കാരമാണ്. അതായത് അർത്ഥമാണ് ഈ കാവ്യത്തിന് അലങ്കാരമാകുന്നത്. ഇന്ന് പറയുന്നത് ശബ്ദാലങ്കാരമാണ്. ശബ്ദം കൊണ്ട് കാവ്യത്തിന് ഭംഗി എങ്ങനെ ഉണ്ടാക്കാം, അതിലൊന്നാണ് യമകം. ഞാൻ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞിരുന്നു. ശബ്ദാലങ്കാരവും അർത്ഥാലങ്കാരവും ഇതിൽ മൊത്തത്തിൽ, ശബ്ദാലങ്കാരം ഒരെണ്ണേ ഇതിൽ വിശദീകരിക്കുന്നുള്ളൂ, യമകം മാത്രമേ പറയുന്നുള്ളൂ. എല്ലാം തന്നെ ധാരാളം ഉണ്ട്. മറ്റു പല ഗ്രന്ഥങ്ങളിലും നിങ്ങൾക്ക് ധാരാളം ശബ്ദാലങ്കാരവും അർത്ഥാലങ്കാരങ്ങളും കാണാവുന്നതാണ്. നാട്യശാസ്ത്ര രചന സമയത്ത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അതും ശബ്ദാലങ്കാരം അർത്ഥാലങ്കാരം എന്ന ഒരു ഡിവിഷനൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അതോ നാട്യത്തിന് ആവശ്യമുള്ള, കാവ്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇത് മാത്രമാണെന്ന് വിചാരിച്ചിരുന്നു. എന്താണെന്നറിയില്ല. ഇതാണ് നാട്യശാസ്ത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കേണ്ടത് യമകമാണ്. യമകം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ ആവർത്തനമാണ്. നമ്മൾ പറയില്ലേ, പ്രാസം ഒപ്പിച്ച് പാടുക എന്നൊക്കെ പറയില്ലേ, റൈമിങ് വേർഡ്സ് ഉപയോഗിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. 10 തരത്തിലുള്ള യമകങ്ങളെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഉദാഹരണങ്ങളും നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് തന്നെ നിങ്ങൾക്കായി പറഞ്ഞു തരാം. അതുകൂടാതെ ഞാൻ ഇതിനകത്ത് എഴുതുന്ന കുറിപ്പിൽ ഞാൻ ഈ ഉദാഹരണങ്ങൾ സഹിതം രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഒന്നാമത്തത് പാദാന്ത യമകം. അതായത് പാദാന്ത യമകം, പാദത്തിൻ്റെ അന്ത്യത്തിൽ വരുന്ന, ആവർത്തിച്ച് വരുന്ന വാക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ശ്ലോകത്തിൽ 4 പാദങ്ങളല്ലേ, 4 വരികളാണ്. ഇതിൻ്റെ അവസാനം ഒരേ വാക്കുകൾ ആവർത്തിച്ച് വരുന്നു. അതാണ് ഇവിടെ ഇങ്ങനെയാണ് ആദ്യത്തെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. ദിനക്ഷയാത് സംവൃത രശ്മിമണ്ഡലം, ദിവീവ ലഗ്നം തപനീയമണ്ഡലം, വിപാദിതാമ്രം ദിവി സൂര്യമണ്ഡലം, യഥാ തരുണ്യാഹ സ്തനഭാര മണ്ഡലം. അപ്പോൾ മണ്ഡലം എന്നുള്ളതാണ് ഇവിടെ ആവർത്തിച്ച് വരുന്നത്. ശരി. രണ്ടാമത്തത് കാഞ്ചീയമകം. കാഞ്ചീയമകം എന്ന് പറഞ്ഞാൽ പദത്തിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും പദങ്ങൾ ഒരുപോലെ ആവർത്തിച്ച് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കാഞ്ചീയമകം. യാമം യാവം ചന്ദ്രവതീനാം ദ്രവതീനാം വ്യക്ത്യാവ്യക്ത്യ. അപ്പം ആദ്യ ഭാഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, യാമം അത് ഒരേ ശബ്ദം ആവർത്തിച്ച് വന്നിരിക്കുന്നു. ഇനി അവസാനം രണ്ടാമത്തെ ഭാഗം വന്നിരിക്കുന്ന ചന്ദ്രവതീനാം ദ്രവതീനാം. ആ ഒരു പാദത്തിൻ്റെ ആദ്യ ഭാഗം യാമം, രണ്ടാമത്തെ ഭാഗം ചന്ദ്രവതീനാം ദ്രവതീനാം. അടുത്തത് വ്യക്താവ്യക്ത സാരജനീനാം രജനീനാം. ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതിനാണ് ആദ്യവും അവസാനവും. ഒരു പാദത്തിൻ്റെ തന്നെ, അതായത് ഒരു വരിയുടെ തന്നെ ആദ്യ ഭാഗവും ആവർത്തിച്ച് വരുന്നു, രണ്ടാം ഭാഗവും അവസാന ഭാഗവും ആവർത്തിച്ച് വരുന്നു. ഇങ്ങനെ 4 വരികളിലും ഇങ്ങനെ തന്നെ വരും. ഇതാണ് കാഞ്ചീയമകം. അടുത്തത് മൂന്നാമത്തത് സമുദ്ഗയമകം. ഇതിലെങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ശ്ലോകത്തിലെ പൂർവാർത്ഥം തന്നെയാണ് ആവർത്തിച്ച് ഉത്തരാർത്ഥവുമായി വരികയാണ് ചെയ്യുന്നത്. പൂർവാർത്ഥം ഉത്തരാർത്ഥം എന്ന് പറഞ്ഞാൽ ശ്ലോകത്തിന് 4 പാദങ്ങൾ അല്ലേ, 4 വരികൾ. ഈ ആദ്യത്തെ 2 വരികളെയാണ് നമ്മൾ പൂർവാർത്ഥം, ആദ്യ പകുതി. ഇനി അവസാന പകുതിയാണ്
അവസാനത്തെ 2 വരികൾ. ഇത് ആദ്യത്തെ ഈ 2 വരികൾ തന്നെ ആവർത്തിച്ച് വരികയാണ് അവസാനത്തെ 2 വരികളായിട്ട്. പൂർവാർത്ഥം തന്നെയാണ് ഉത്തരാർത്ഥമായിട്ടും വരുന്നത്. ഇതാണ് സമുദ്ഗയമകം. 4-മത്തത് വിക്രാന്ത യമകം. ഇവിടെ ഓരോ പാദം ഇടവിട്ട് 2 പാദങ്ങൾ തുല്യമായി വരും. ഇവിടെ അതായത് രണ്ടാമത്തെ പാദത്തിൻ്റെ അവസാനം വരുന്ന അതേ വാക്കാണ് 4-മത്തെ പാദത്തിൻ്റെ അവസാനവും വരുന്നത്. അങ്ങനെ ആവർത്തിച്ച് വരുന്നതിനാണ് വിക്രാന്ത യമകം എന്ന് പറയുന്നത്. അടുത്തത് ചക്രവാള യമകം. ആദ്യത്തെ പാദത്തിൻ്റെ അവസാനവും പിന്നത്തെ പാദത്തിൻ്റെ ആദ്യവും ഒന്നായി വരും. ഒരു ചക്രം പോലെ വട്ടം തിരിഞ്ഞു വരും. അതായത് 1-മത്തെ വരിയുടെ അവസാനം ഏത് വാക്കിലാണോ തീർന്നത് ആ വാക്കിലാണ് 2-മത്തെ വരി തുടങ്ങുന്നത്. ഇനി ആ 2-മത്തെ വരി തീരുന്നത് ഏത് വാക്കിലാണോ ആ വാക്കിലാണ് 3-മത്തെ വരി തുടങ്ങുന്നത്. ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതാണ് ചക്രം പോലെ തിരിഞ്ഞ് അതാണ് ചക്രവാള യമകം. അടുത്തത് സന്തഷ്ട യമകം. സന്തഷ്ട യമകത്തിൽ 4 പാദത്തിലും ആദ്യത്തെ ഈ 2 അക്ഷരം ആവർത്തിച്ച് വരും. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പശ്യ രമണസ്യ മേ ഗുണാൻ യേന വശകാം കരോതി മാം യേന ഹി മമൈതി ദർശനം തേന. കണ്ടോ, ഇത് എല്ലാ ആദ്യത്തെ 2 അക്ഷരങ്ങൾ 2 വാക്കുകൾ ആവർത്തിച്ച് വരുന്നു ഓരോ പാദത്തിൻ്റെയും. ഇവിടെ പശ്യ യേന തേന എന്നിങ്ങനെ ആവർത്തിച്ചു വന്നു അല്ലേ? ശരി. അടുത്തത് പാദാദി യമകം. 4 പാദത്തിൻ്റെയും ആദ്യത്തിൽ ഒരേ അക്ഷരങ്ങൾ ആവർത്തിച്ചാൽ അത് പാദാദി. ആദ്യത്തെ വാക്ക് മാത്രം ആവർത്തിച്ച് വരും. വരിയുടെ ബാക്കി ഭാഗം വ്യത്യസ്തമായിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നു വിഷ്ണുഹു സൃജതി ഭൂതാനി വിഷ്ണുഹു സംഹരതേ പ്രജാഹ വിഷ്ണുഹു. അടുത്ത് എല്ലാം തുടങ്ങുന്നത് വിഷ്ണുഹു എന്നാണ്. ഓക്കെ. 8-മത്തത് ആമ്രേഡിത യമകം. ഇത് എല്ലാ പാദത്തിൻ്റെയും അവസാനം നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. ആദ്യ പാദത്തിലെല്ലാം പാദത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ 2 വാക്കുകൾ ആവർത്തിച്ചാണ്. പശ്യ യേന എന്ന് വന്നു. ഇവിടെ എല്ലാം അവസാനമാണ് വരുന്നത്. പതേ പുനഃ ഇങ്ങനെ വരും. വിന ഇങ്ങനെ അവസാനം വരിയുടെ അവസാന ഭാഗമാണ് ഈ 2 പദങ്ങൾ ആവർത്തിച്ച് വരുന്നത്. 9-മത്തത് ചതുർവ്യവസിതം. ഇത് 4 വരികളും ഒന്ന് തന്നെയാണ്. ഒരു ശ്ലോകത്തിലെ 4 പാദങ്ങളും ഒരേ വരി തന്നെയാണ് പറയുന്നത്. അതാണ് ചതുർവ്യവസിതം. 10-മത്തത് മാലായമകം. ഇവിടെ വ്യഞ്ജനങ്ങളാണ് മാറി വരുന്നത്. ഒരു വ്യഞ്ജനത്തിൽ പല സ്വരങ്ങൾ ചേർത്ത് പ്രയോഗിക്കും. അതായത് വ്യഞ്ജനം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ലലി ബലി ഹലി മാലി ശൂലി ഖേലി സലി ജലി. ഇവിടെ വ്യഞ്ജനങ്ങൾ പലതാണ്, പക്ഷേ വ്യഞ്ജനങ്ങൾ ഒന്നാണ്. എല്ലാം ലായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ സ്വരങ്ങൾ മാറ്റി അവിടെ ഈ വരുന്നുണ്ട്, ഓ വരുന്നുണ്ട്, ഉ വരുന്നുണ്ട്. അത് മാറി വരും. ലാ എന്ന വ്യഞ്ജനത്തിൽ ആ, ഈ, ഓ എന്നിങ്ങനെയുള്ള സ്വരങ്ങൾ മാറി വരും. ഇതാണ് മാലായമകം. ഇങ്ങനെയുള്ള 10 യമകങ്ങളെ നാട്യശാസ്ത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏവരോടും ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഒന്നുകൂടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു ഭാഷാ പണ്ഡിതയല്ല. ചെറിയ പ്രായത്തിൽ ഭാഷ പഠിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആഗ്രഹത്തിൻ്റെ പുറത്ത് നാട്യശാസ്ത്രം എങ്ങനെയെങ്കിലും വായിച്ച് മനസ്സിലാക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് വായിച്ച് മറ്റു പല പുസ്തകങ്ങളും വായിച്ച് ഓരോന്നോരോന്നായി മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊരു പഠനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ
ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്ന് കേൾക്കുമ്പോൾ നാട്യശാസ്ത്രം തുടർന്ന് വായിച്ച് എടുക്കാനുള്ള ഒരു താല്പര്യം നിങ്ങളിൽ ഉണ്ടാക്കുന്നുവെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ളൊരു ശ്രമം മാത്രമാണിത്. അപ്പോൾ തീർച്ചയായും നാട്യശാസ്ത്രം വായിക്കുക. അതുകൂടാതെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരികയും വേണം. അതെല്ലാവർക്കും ഉപയോഗപ്പെടും. നന്ദി, നമസ്കാരം.